ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന അയ്യർമല വ്യൂ പോയിൻ്റ് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് പാലക്കാട് ജില്ലയിൽ. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഴ മൂടി നിൽക്കുകയാണ്, മഴ പെയ്യുമെന്ന് അറിയില്ല. നമ്മൾ കാട്ടിലൂടെ ഒരു 1.5 കിലോമീറ്റർ നടന്നു പോകണം ഈ വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കൊടും വനത്തിലൂടെയുള്ള യാത്ര കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ശരിക്കൊരു 2 പേര് 3 പേരൊക്കെ ഗ്രൂപ്പ് കൂടിയിട്ട് വരാവും. വനത്തിനുള്ളിൽ കൂടെ ഒരു 1.5-2 കിലോമീറ്റർ പോകണം. അപ്പോൾ ഒരു അയ്യപ്പ ക്ഷേത്രം കാണുമെന്നൊക്കെയാണ് അവിടെ നാട്ടുകാർ പറഞ്ഞ്. എന്തായാലും നമുക്ക് അവിടം വരെ വന്നല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. മഴ പെയ്യുമെന്നറിയില്ല, മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു ഫ്രണ്ട്സായിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫാമിലി ആയിട്ടൊക്കെ വരിക കേട്ടോ. ഒറ്റയ്ക്ക് പോകണ അത്ര പന്തിയല്ല. കാട്ടിലൂടെയുള്ള യാത്ര ഇങ്ങനെ ഒരു യാത്ര അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എവിടെ എത്തും എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തുമില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വണ്ടി കയറില്ല, കാരണം വെച്ചാൽ ഇവിടെ വേണ്ട മരങ്ങളൊക്കെ പൊട്ടി വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും വരില്ല. ഒരു സുരക്ഷിതത്വ കാര്യങ്ങളൊന്നുമില്ല. വരുന്നവർ സ്വയം റിസ്കിൽ തന്നെ ആയിരിക്കണം. വനത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഇവിടെ ചെയ്യുക. അയ്യർമല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ചീകറിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ അലയടിക്കണേ, സംഭവം നല്ല വൈബാട്ടോ. ഇപ്പം നമ്മൾ നടന്നിട്ട് എവിടെ എത്തി നമുക്കെന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ പോലും നമുക്ക് അറിയില്ല. ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു. ഇനി നമുക്ക് കുറച്ച് കയറ്റമൊക്കെ കയറാണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ സൂക്ഷിക്കുക, ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ചേരുന്നുണ്ട്. വന്ന വഴി നമ്മൾ മറക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നാൽ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ അവരിപ്പോൾ കയറി ഇറങ്ങി കേട്ടോ. ഇനി പറഞ്ഞ് കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്, അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് കുറച്ച് ദൂരം നടക്കാണ്ടെന്ന് പറഞ്ഞു. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് മുകളിലേക്ക് കുറച്ച് നടക്കണമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ പോയ കുട്ടികളും അതേ തന്നെ പറഞ്ഞു കേട്ടോ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ എത്തി. ഈ കാണുന്ന റോട്ടിൽ കൂടെ നമ്മൾ മുകളിലേക്ക് പോകണം. വ്യൂ പോയിൻ്റ് അവിടെ എത്തിട്ടോ. അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിട്ട് ഇരുന്നിട്ട് മുകളിലേക്ക് കയറാം. ഏകദേശം 1 കിലോമീറ്ററിന് മേലെ 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കയറിയിട്ടുണ്ട് കാട്ടിലൂടെ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സൂപ്പറായിട്ട് വരാൻ പറ്റിയ കിടിലൻ സ്ഥലം കേട്ടോ. പാലക്കാട് ജില്ലയിലെ അയ്യർമല എന്ന് പറയുന്ന സ്ഥലം. അതൊരു വനത്തിൻ്റെ ഉള്ളിലുള്ള യാത്ര വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു അനുഭവം, എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഏകദേശം ഒരു 600-700 മീറ്റർ ഇനിയും പോകണം. നല്ലൊരു വ്യൂ പോയിൻ്റാണെന്നാണ് നേരത്തെ പറഞ്ഞ് പോയ കുട്ടികളെല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ വ്യൂ പോയിൻ്റ് അടുക്കിൽ എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എത്തിയിട്ടുണ്ട്, ഏറ്റവും അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അയ്യർമല വ്യൂ പോയിൻ്റ്. ഓഹോ, കിടിലം ഗൈസ്, കിടിലം, അടിപൊളി. അപ്പോൾ നമ്മൾ അയ്യർമല വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണാം വ്യൂ പോയിൻ്റ്. കിടിലം, അടിപൊളി സ്ഥലം. നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം അത് ആഴെ കാണാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അനങ്ങമലയുടെ ഏറ്റവും മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ഡ്രോൺ വിഷ്വൽസ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് ആ പശ്ചിമഘട്ട മലകളുടെ താഴ്വാരത്തുള്ള കാഴ്ചകൾ കാണുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മൾ നിൽക്കുന്ന അയ്യർമല വ്യൂ പോയിന്റിനകത്ത്. സെൻട്രലായിട്ടുള്ള ഒരു മലയായതുകൊണ്ട് തന്നെ 2 സൈഡിലും ഒരേപോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. മലയുടെ 2 സൈഡിലുള്ള കാഴ്ച കാണാൻ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. ഇതിലും ഒരു വ്യൂ പോയിന്റാണ് അയ്യർമല വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് ആകാശ ക്ലൈമറ്റ് മാറി നമുക്ക് കാണാൻ കഴിയും.
വെയിലിൻ്റെ കാർമേഘം മൂടിക്കെട്ടി വലിയൊരു മഴ വരാൻ പോവുകയാണ്. അപ്പം നല്ലൊരു എന്താ പറയുക കാഴ്ച അനുഭവം തന്നെയാണ് അതൊക്കെ. ആറ്റത്തിക്കാണ് നല്ല മഴ പെയ്യുന്നു കേട്ടോ. നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കനത്ത മഴ പെയ്യാണ്. കിടിലൻ സ്ഥലമാണ്, കിടിലൻ സ്പോട്ടാണ്, അടിപൊളിയാണ്. നല്ല വൈബ്, നല്ല മഴയും പൊളി. അങ്ങനെ നമ്മൾ അയ്യർമല ഏറ്റവും അറ്റത്ത് എത്തിയിട്ടുണ്ട്. കിടിലൻ വ്യൂ ആട്ടോ. പറഞ്ഞ് തീർച്ചയായും എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല കാം ആൻഡ് കൂൾ കണ്ട് ഇതാ വേണ്ടാ. അപ്പോൾ നമ്മൾ അയ്യർമലയിലെ വ്യൂ പോയിന്റ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. കയറി വന്ന വഴിയല്ലാതെ മറ്റൊരു വഴി കൂടെ എന്താ പറയുന്നത് കാടിൻ്റെ ഉള്ളിലുള്ള പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന പറഞ്ഞപ്പോഴാണ് തലത്തിൽ കഴിച്ചിട്ട് ഇവിടെ രണ്ടുപേര് കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നു. നമ്മൾ ഈ വഴി തെറ്റിയെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കാട്ടിൽ? ആരൊക്കെ? ഇതെന്താ സാധനം? കാപ്പിക്കുരുവാ? പരംകുരുവാ? ഇതെന്തിനു ഉപയോഗിക്കാം? അപ്പം നിങ്ങൾ ശരിക്കും ഇവിടെ വീടല്ല, ഇത് തൽക്കാലം ഷെഡ് ഉണ്ടാക്കിയതല്ലേ അല്ലേ? ഞങ്ങൾ കുറെ കഴിയുമ്പോൾ ഇവിടെ മാറി താഴത്തേക്ക് പോകും. താഴത്ത് വീടുണ്ടോ? ഇല്ല, മണ്ണാർക്കാടാണ്. ഇതിനെ താഴത്തേക്ക് ഇറങ്ങാൻ മറ്റേ മെയിൻ റോഡ് എത്തൂല. പനങ്കുരു അല്ലേ? ഇതെന്തിനും ഉപയോഗിക്കാം പനങ്കുരു എന്ന് അറിയോ? ആ പാക്ക് പാക്ക് മനസ്സിലായി പാക്കിൽ മിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ പനങ്കുരു ആണ്. ഇവർ പനങ്കുരു പെറുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഒരിത് കഴിഞ്ഞ് അവിടുന്ന് പോകുന്ന പറയുന്നത്. ഞാൻ എന്തെങ്കിലും പോട്ടെ എന്നാ? ശരി എന്നാ കേട്ടോ. അപ്പോൾ ഇവിടെ അവർ പനങ്കുരു പെറുക്കാൻ വേണ്ടി വന്നതാണ്. കാട്ടിൽ മണ്ണാർക്കാടാണ് അവർ താമസം. അപ്പോൾ കാട്ടിൽ വന്ന് ഇവർ പനങ്കുരുവൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അവർ കടയിൽ കൊണ്ട് കൊടുക്കും. ഈ കാടിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. 2 കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു അത് പനങ്കുരു കളക്ട് ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈ പനങ്കുരു കളക്ട് ചെയ്യാൻ അവർ 1 കിലോയ്ക്ക് 40 രൂപ വെച്ച് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് പുതിയൊരു അറിവാണ്. അപ്പോൾ ഈ പനങ്കുരൊക്കെയാണ് ഈ പാക്കിലൊക്കെ ചേർത്ത് മിക്സാക്കി വരുന്നത്. അപ്പോൾ അത് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ അറിവാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അയ്യർമല വ്യൂ പോയിൻ്റ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയ ട്രാവലിംഗ് വീഡിയോസ് വീണ്ടും വരുന്നതായും ട്രാവൽ ഇൻഫർമേഷനൊക്കെ ഞങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.